ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലോഡ്സ് ഇൻ എ സി. ഓക്കെ, അപ്പം ഒരു എ സി സർക്യൂട്ടിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ലോഡ് ഉണ്ടാവും, ഓക്കെ, അതിന്റെ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. മെയിൻലി 3 ടൈപ്സ് ഓഫ് ലോഡാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ റെസിസ്റ്റീവ് ലോഡ്, രണ്ടാമത്തെ ഇൻഡക്റ്റീവ് ലോഡ്, മൂന്നാമത്തെ കപ്പാസിറ്റീവ് ലോഡ്. ഓക്കെ, ഇപ്പൊ റെസിസ്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സർക്യൂട്ടിന്റെ അകത്ത് കാണാം, റെസിസ്റ്റർ ആയിരിക്കും ബേസിക്കലി നമ്മളെ സപ്ലൈ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും, സർക്യൂട്ടിൽ കറന്റ് ഫ്ലോ നടക്കുന്നുണ്ടാവും. റെസിസ്റ്റർ ആയിരിക്കും മെയിൻലി നമ്മളെ ലോഡ്. ഓക്കെ, ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റർ, നേരത്തെ റെസിസ്റ്റർ ആയിരുന്നു, അതിന്റെ പകരം ഇവിടെ ഇൻഡക്ടർ ആയിരിക്കും ഉണ്ടാവുക സർക്യൂട്ടിൽ. കപ്പാസിറ്റി ലോഡ് എന്ന് പറയുമ്പോൾ നമ്മളെ കപ്പാസിറ്റർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ മെയിൻലി ഇപ്പൊ ഇതിന്റെ കേസിൽ, ഇപ്പൊ ഒരു റെസിസ്റ്റീവ് ലോഡിന്റെ കേസിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു റെസിസ്റ്റീവ് ലോഡിൽ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, അതായത് നമുക്ക് ഇവിടെ കാണാം ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ രണ്ട് സിഗ്നലുകൾ ഒരേ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരേ പോയിന്റ് എൻഡ് ചെയ്യുന്നത്, അതായത് ഇവിടെ പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ലാഗോ ലീഡോ ഒന്നും ഇല്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ സർക്യൂട്ട് നിങ്ങൾക്ക് കാണാം, ഈ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്തത് 0-ൽ നിന്നാണ്. വി എ എന്ന് പറഞ്ഞ സിഗ്നൽ, വി ബി എന്ന് പറഞ്ഞ സിഗ്നൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട്, തീറ്റ ഫേസ് കഴിഞ്ഞിട്ടാണ് വി ബി എന്ന് പറഞ്ഞ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സിഗ്നലും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ രണ്ടെണ്ണം സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ് ചെയ്യുന്നതെല്ലാം ഒരേ ടൈമിലാണെങ്കിൽ നമ്മൾ പറയും ദേ ആർ ഇൻ ഫേസ്, അല്ലെങ്കിൽ 0 ഫേസ് ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഈ കേസിൽ, അതായത് റെസിസ്റ്റീവ് ലോഡിന്റെ കേസിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നിന്ന് 0 ആയിരിക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ദേ ആർ ഇൻ ഫേസ്. ഓക്കെ, പക്ഷേ നമ്മളൊരു ഇൻഡക്റ്റീവ് ലോഡിന്റെ കേസിലേക്ക് പോകുമ്പോൾ, ഇൻഡക്റ്റീവ് ലോഡുള്ള സർക്യൂട്ട് കേസ്, ആ സർക്യൂട്ടിന്റെ കേസിലേക്ക് പോകുമ്പോൾ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. അതായത് നിങ്ങൾക്ക് ഇവിടെ സർക്യൂട്ടിൽ കാണാം. ഓക്കെ, ഒരു റെസിസ്റ്റീവ് ലോഡിന്റെ കേസിൽ വോൾട്ടേജ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരേ പോയിന്റിൽ എൻഡ് ചെയ്യുന്നു. വോൾട്ടേജും കറണ്ടും രണ്ടുപേരും ഒരേപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരേപോലെ എൻഡ് ചെയ്യുന്നു. ആകെ വോൾട്ടേജിന്റെ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡിൽ വല്ല വ്യത്യാസം ഉണ്ടായാലായി. ഓക്കെ, പക്ഷെ ഒരു ഇൻഡക്റ്റീവ് ലോഡിന്റെ കേസിൽ എങ്ങനെയാണ്? വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. അതായത് നിങ്ങൾക്ക് കാണാം, ഈ റെഡിൽ വരച്ചിരിക്കുന്ന വോൾട്ടേജ് ആയിരിക്കും, വോൾട്ടേജ് ആണ്. ഈ ബ്ലാക്കിൽ വരച്ചിരിക്കുന്നത് കറണ്ട് ആണ്. അതായത് വോൾട്ടേജ് കറണ്ടിന് ലീഡ് ചെയ്യുന്നത് ബൈ 90 ഡിഗ്രി. ഈ ഫേസ് ഡിഫറൻസ് എത്രയാ? 90 ഡിഗ്രി. 90 ഡിഗ്രിയാണ് ഫേസ് ഡിഫറൻസ്. സോ ഇൻഡക്റ്റീവ് ലോഡിൽ വോൾട്ടേജ് ആയിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ കറണ്ട്. അതായത് വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യും. ഓക്കെ, ഇനി കപ്പാസിറ്റി ലോഡിന്റെ കേസിൽ വരുമ്പോൾ വോൾട്ടേജ് ലാഗ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. അതായത് ഈ കറണ്ട് ആയിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെ കറണ്ട് ബ്ലാക്കിലാണ്, വോൾട്ടേജ് റെഡിലാണ് കാണിച്ചിരിക്കുന്നത്. കറണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അതിന്റെ പീക്ക് വാല്യൂവിൽ നിന്നാണ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. വോൾട്ടേജ് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ഇപ്പുറത്തേക്ക് ഈ സൈഡിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കറണ്ടിന് ഇവിടുന്ന് ഒരു നെഗറ്റീവ് സൈക്കിളിനെ, നെഗറ്റീവ്, അതായത് കറണ്ട് എന്ന് പറയുന്നത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിന് പെട്ടെന്ന് അതിന്റെ മാക്സിമം വാല്യൂയിൽ എത്താൻ പറ്റുന്നത്. വോൾട്ടേജ് അതേ സമയത്ത് 0-ന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ കറണ്ട് ആണ് മുമ്പിൽ സഞ്ചരിക്കുന്നത്. സോ നമുക്ക് പറയാം വോൾട്ടേജ് ലാഗ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. ഈ ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഈ സംഭവത്തിന് ലാഗും ലീഡും നമ്മൾ പറഞ്ഞ സാധനത്തിന് രണ്ട് രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒന്നുകിൽ വോൾട്ടേജിന്റെ ടേംസിൽ ഡിഫൈൻ ചെയ്യുക, അല്ലെ കറണ്ടിന്റെ ടേംസിൽ ഡിഫൈൻ ചെയ്യാം. അതായത് ഇപ്പൊ ഇൻഡക്ടറിന്റെ കേസ് നമുക്ക് എടുക്കാം. ഇവിടെ എങ്ങനെയാ പറയുന്നത്? വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യുന്നു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. അതേ സംഭവത്തിന് തന്നെ ഇൻഡക്റ്റീവ് ലോഡിന്റെ കേസിൽ തന്നെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. എങ്ങനെ? വോൾട്ടേജ് ആണ് കറണ്ടിനെ ലീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് നേരെ തിരിച്ചും പറഞ്ഞൂടെ? കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു, അല്ലെ? അങ്ങനെ പറഞ്ഞൂടെ? ഓക്കെ, വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യുന്നു 90 ഡിഗ്രി വെച്ചിട്ട് പറയുന്നു നമ്മള്. അതേപോലെ നമുക്ക് നേരെ തിരിച്ചിട്ടും പറഞ്ഞൂടെ? കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു ബൈ 90 ഡിഗ്രി, അല്ലെ? അതേപോലെ ഈ കപ്പാസിറ്റി ലോഡ് കേസിൽ നമ്മൾ എങ്ങനെയാ പറയുന്നത്? വോൾട്ടേജ് ലാഗ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. വോൾട്ടേജ് കറണ്ടിന്റെ ബാക്കിലാണ് 90 ഡിഗ്രി വെച്ചിട്ട്. നമുക്കത് നേരെ തിരിച്ചും പറഞ്ഞൂടെ? അല്ലെ? കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി, അങ്ങനെയും പറയാം. അപ്പൊ അതെപ്പോഴും നമ്മൾ ഓർത്ത് വെക്കണം. ഒരേ സാധനത്തെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. വോൾട്ടേജിന്റെ ടേംസിലും പറയാം, കറണ്ടിന്റെ ടേംസിലും പറയാം.
അപ്പോൾ ഈ ഇൻഡക്റ്റീവ് ലോഡിന്റെ കേസിൽ വോൾട്ടേജ് ലീഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് രീതിയിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, കറണ്ട് ലാഗ് ചെയ്യുന്നു. ഇവിടെ വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, കറണ്ട് ലീഡ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി പവർ ഫാക്ടർ റെസിസ്റ്റീവ് ലോഡിന്റെ കേസിൽ യൂണിറ്റ് ഇവിടെ ലാഗിങ് ഇവിടെ ലീഡിങ്. നമ്മളൊക്കെ പവർ ഫാക്ടറിന്റെ കേസൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ഇനി മുമ്പോട്ട്. ഇപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പറയുന്ന ഒരു എ സി സർക്യൂട്ടിൽ മെയിൻലി 3 ടൈപ്പിലുള്ള ആയിരിക്കാം ലോഡുകൾ. റെസിസ്റ്റീവ് ലോഡ് ആവാം, ഇൻഡക്റ്റീവ് ലോഡ് ആവാം, അല്ല കപ്പാസിറ്റീവ് ലോഡ് ആവാം. പക്ഷെ ഇതിന്റെ പ്രാക്ടീസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കേസിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഒരു പ്യുവർ ഇൻഡക്റ്റീവ് ലോഡ് നമുക്ക് കിട്ടില്ല ഒരിക്കലും. ഓക്കെ, എത്ര നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും എത്ര നല്ല രീതിയിൽ നമ്മൾ ഇൻഡക്ടർ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എത്ര നല്ല രീതിയിൽ നമ്മൾ ഒരു കപ്പാസിറ്റർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഉള്ളിൽ ഒരു റെസിസ്റ്റീവ് ആക്ഷൻ ഉണ്ടാവും. നമുക്ക് ഡിഫൈൻ ചെയ്യാൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻ പ്രാക്ടീസ് ശരിക്കും പറയുകയാണെങ്കിൽ ലോഡ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റീവ്, കപ്പാസിറ്റീവ് ലോഡ് എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പവർ ഇൻ എ സി സർക്യൂട്ട്. അപ്പൊ നമ്മൾ ഈ ഓരോ ഇൻഡക്റ്റീവ് ലോഡിന്റെ കേസിൽ പവർ എങ്ങനെയായിരിക്കും, റെസിസ്റ്റീവ് ലോഡ്, കപ്പാസിറ്റീവ് ലോഡിന്റെ കേസിലൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എ സി സർക്യൂട്ടിന്റെ കേസിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പവർ ഇൻ എ സി സർക്യൂട്ടിന്റെ കേസിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് നോക്കാം. പവറിനെ ഇവിടെ പറയുന്നത് വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈ എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത് പവറിനെ. ഓക്കെ, അവിടെ ഈ വി എന്ന് പറയുന്നത് ഏത് വി ആണ് ഒരു സംശയം വരും അല്ലെ. പീക്ക് വോൾട്ടേജിന്റെ പീക്ക് വോൾട്ടേജ് ആണോ, പീക്ക് ടു പീക്ക് വോൾട്ടേജ് ആണോ വിനോട് ഉദ്ദേശിക്കുന്നത്, അതോ RMS വോൾട്ടേജ് ആണോ വിനോട് ഉദ്ദേശിക്കുന്നത്, ഒരു കൺഫ്യൂഷൻ വരും. അതേപോലെ കറണ്ടിന്റെ കേസിൽ ഐ എന്ന് പറയുന്ന IRMS ആണോ, അതോ ഐ മാക്സ് ആണോ, അതോ ഐ പീക്ക് ടു പീക്ക് ആണോ, കൺഫ്യൂഷൻ വരും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇറ്റ് ഈസ് RMS വാല്യൂ. സോ പവറിന് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് VRMS ആ ഉദ്ദേശിക്കുന്നത്, ഐ എന്ന് പറഞ്ഞാൽ IRMS ആ ഉദ്ദേശിക്കുന്നത്, കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ ഫാക്ടർ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, the value of voltage and current in all AC circuit is RMS value and not the maximum value. പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇമ്പിഡൻസ്. ഇനി ഇമ്പിഡൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന ഒപ്പോഷൻ ടു കറണ്ടിനെ നമ്മൾ പറയുന്നത് എന്താ, റെസിസ്റ്റൻസ് അല്ലെ. ഒരു റെസിസ്റ്റർ അതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ടിനെ കടത്തി വിടാതിരിക്കാൻ മാക്സിമം ഒപ്പോസ് ചെയ്യുന്ന ഒപ്പോസിഷനെ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് അല്ലെ. ഒരു കപ്പാസിറ്റർ അതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ടിനെ കടത്തി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷനെ പറയുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഓക്കെ, ഒരു കപ്പാസിറ്റർ അതിന് കറണ്ട് ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന അതിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഒരു ഇൻഡക്ടർ ഒപ്പോഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ടിന് പറയുന്ന പേരാ, ഒരു ഇൻഡക്ടറിന്റെ ഒപ്പോഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ടിനെ പറയുന്ന പേരാ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ, റെസിസ്റ്ററിന്റെ ആരാ റെസിസ്റ്റൻസ് ആണ്, ഇൻഡക്ടറിന്റെ ആരാ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL, കപ്പാസിറ്ററിന്റെ ആരാ കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ടിൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. അങ്ങനെ ആവുമ്പോൾ ഈ 3 പേരും കൂടി ചേർന്നിട്ട് ഒപ്പോഷൻ കറണ്ടിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന അതിനെ പറയുന്ന ആ പാരാമീറ്ററിനെ പറയുന്ന പേരാ ഇമ്പിഡൻസ്. ആ ഇമ്പിഡൻസിന്റെ അകത്ത് റെസിസ്റ്റൻസ് വരുന്നുണ്ട്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വരുന്നുണ്ട്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ ദ ഓമിക് ഒപ്പോഷൻ ഓഫ് ദ ടോട്ടൽ സർക്യൂട്ട് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എല്ലാം കൂടി ചേർന്നിട്ടില്ല ടു വോൾട്ടേജ് ആൻഡ് കറന്റ് ഈസ് കോൾഡ് ഇമ്പിഡൻസ് ഓഫ് ദ സർക്യൂട്ട്. ഇമ്പിഡൻസ് ഇക്വേഷൻ പറഞ്ഞാൽ Z is equal to V/I. ഓക്കെ, ഇനി അടുത്ത റിയാക്ടൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന ഒപ്പോഷനെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയും, ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന ഒപ്പോഷനെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയും. സോ ഇൻ കേസ് ഓഫ് ഇൻഡക്ടർ കപ്പാസിറ്റർ ദ ഓമിക് ഒപ്പോഷൻ ഈസ് ഡിപെൻഡന്റ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് സപ്ലൈ ആൻഡ് ഈസ് കോൾഡ് റിയാക്ടൻസ് ഓഫ് ദ സർക്യൂട്ട്. ആ ഒപ്പോഷനെ പറയുന്ന പേരാണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം XC എന്നാണ് പറയുന്നത്. XC ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL. XC കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ ഫോർമുല 2πfL. ഓക്കെ, ഇവിടെ F എന്ന് പറയുന്നത് എന്താണ്, ഫ്രീക്വൻസി ആണ്. L എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡക്ടൻസ് ആ, അതിന്റെ യൂണിറ്റ് എന്താ, ഹെൻറി ആണ്. ഓക്കെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ F എന്ന് പറയുന്നത് എന്താ, ഫ്രീക്വൻസി ആണ്.
സി എന്ന് പറഞ്ഞാൽ എന്താ കപ്പാസിറ്റൻസ് ആണ്, അതിന്റെ യൂണിറ്റ് എന്താ ഫാരഡ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കണം. എക്സിന്റെ ഇക്വേഷൻ എക്സലിന്റെ ഇക്വേഷൻ എപ്പോഴും ഓർത്ത് വെക്കണം. ഇനി എക്സി ആൻഡ് എക്സൽ ഹാവ് എ ഫേസ് ഡിഫറൻസ് ഓഫ് 180 ഡിഗ്രി. ഇവര് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും എക്സി എക്സലിന്. ഓക്കെ, ഇനി വെൻ എ സർക്യൂട്ട് ഇനിയിപ്പോ ഇമ്പിഡൻസിന്റെ ഇക്വേഷൻ നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞു Z=V/A. പക്ഷെ ഈ RLC സർക്യൂട്ടിന്റെ കേസിൽ നമ്മൾ ഇമ്പിഡൻസിന്റെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഇക്വേഷൻ പറയുന്നത് Z=√R² + XL - XC² ആണ് പൊതുവെ പറയാൻ. അത് കുറച്ചും കൂടി പറയാ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സീരീസ് RLCന്റെ എന്താ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്ര മനസ്സിലാക്കുക. സെഡിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ട്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്. മൂന്നെണ്ണം കൂടി ചേർന്നാണ് ആര് ഇമ്പിഡൻസ് എന്ന് പറയുന്ന പാരാമീറ്റർ. ഓക്കെ, ഇനി പവർ ഇൻ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് ലോഡ് ആണ്: റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റർ. ഓക്കെ, 3 ടൈപ്പ് ഓഫ് ലോഡ്. ഇതിനകത്ത് റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ കേസിൽ, റെസിസ്റ്റർ ഉള്ള സർക്യൂട്ടിന്റെ കേസിൽ പവറിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഓക്കെ, റെസിസ്റ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അത് കണ്ടാൽ ഒരു കറണ്ട് ഫ്ലോ റെസിസ്റ്റൻസ് വഴി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, വോൾട്ടേജും കറണ്ട് ഇൻ ഫേസ്, അതുകൊണ്ട് രണ്ടുപേരും ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരേ സമയത്ത് എൻഡ് ചെയ്യുന്നു. ഇനി നമുക്കറിയാം വോൾട്ടേജ് എന്ന് പറയാം, പവർ എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് അല്ലെ? അപ്പൊ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? V=Vm sin ωt. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു സൈൻ വേവിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? വോൾട്ടേജ് ആണെങ്കിൽ വി മാക്സ്, അതായത് അതിന്റെ മാക്സിമം വാല്യൂ ഇൻറ്റു സൈൻ ωt. കറണ്ട് ആണ് I max ഇൻറ്റു സൈൻ ωt. നമ്മൾ റെപ്രസെന്റേഷൻ പഠിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. സോ വോൾട്ടേജിനെ എങ്ങനെ എഴുതാം? Vm ഇൻറ്റു സൈൻ ωt. Vm എന്ന് പറഞ്ഞാൽ ആ സൈൻ വേവിന്റെ മാക്സിമം വാല്യൂവിനെയാണ് Vm എന്ന് പറയുന്നത്. കറന്റിന് അതേപോലെ എങ്ങനെ എഴുതാം? I=Im sin ωt. Im എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, സോ വോൾട്ടേജിന്റെ പകരം ഇത്രയും സാധനം എടുത്ത് എഴുതി ഇവിടേക്ക്, കറണ്ടിന്റെ പകരം ഇത്രയും സാധനം എടുത്ത് നമുക്ക് ഇവിടേക്ക് എഴുതി. ഇനി Vm ഇൻറ്റു Im എന്ന് ഒരുമിച്ച് എഴുതി. സൈൻ ωt ഇൻറ്റു സൈൻ ωt സൈൻ സ്ക്വയർ ωt ആണ്. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? 1 - cos 2θ/2 ആണ്. ഓക്കെ അല്ലെ? അതുകൊണ്ട് ഇവിടെ നമ്മൾ എങ്ങനെ എഴുതി? സൈൻ സ്ക്വയർ ωtനെ 1 - cos 2ωt/2 എന്ന് എഴുതി. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. Vm Im ഇൻറ്റു 1, ഈ /2 ഉണ്ടാവും. സോ Vm Im/2. ഇനി Vm Im ഇൻറ്റു cos 2ωt ഇത്രയും വന്ന് /2 വന്നു. ഓക്കെ, ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിപ്പോ നമ്മൾ പവർ കണ്ടുപിടിച്ചു. ഓക്കെ, പവറിന്റെ ഒരു ഇക്വേഷൻ. പക്ഷെ നമ്മൾ ഇതിന്റെ ആവറേജ് പവർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ആവറേജ് പവർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഈ രണ്ടാമത്തെ പാർട്ട് അങ്ങ് 0 ആവും, ഈ സെക്ഷൻ അങ്ങ് 0 ആവും. കാരണം എന്താ? നമ്മൾ മുമ്പ് ആവറേജ് പവറിന്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആവറേജ് പവറിന്റെ കേസ് നമ്മൾ പഠിച്ചപ്പോ എന്താ പറഞ്ഞത്? ആവറേജ് വാല്യൂ ഓഫ് എൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ്, അതല്ല, AC സിഗ്നൽ ആവറേജ് വാല്യൂ ഈക്വൽ ടു 0 ആണ്. എവിടാ? ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ. കാരണം എന്താ? ബിക്കോസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ക്യാൻസൽ ഈച്ച് അതർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ആ സൈക്കിൾ ആവുമ്പോൾ AC സിഗ്നലിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ എന്താ? cos ωt, cos 2ωt എന്ന് പറയുന്ന ഒരു AC സിഗ്നൽ അല്ലേ? അപ്പൊ ആ AC സിഗ്നലിന്റെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും കൂടി ചേർന്ന് ഇത് രണ്ടെണ്ണം കൂടി ആഡ് ചെയ്യുമ്പോൾ ആ ആവറേജ് വാല്യൂ എന്താവും? 0 ആയി മാറും. ഓക്കെ, സോ അതുകൊണ്ട് ഈ ടേം മുഴുവൻ അങ്ങ് 0 ആയി പോകും. ഇവിടെ ഒരു cos 2ωt ഇല്ലതിനെ കൊണ്ട്, അതൊരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആയതിനെ കൊണ്ട് ഓവർ എ ഫുൾ സൈക്കിൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് ഈ ഫുൾ ടേം അങ്ങ് 0 ആവും. സോ പവർ എന്ന് പറഞ്ഞാൽ എന്താ? Vm ഇൻറ്റു Im/2 ആയി അല്ലെ? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് പവറിനെ സാധാരണ എക്സ്പ്രസ് ചെയ്യുന്ന ഏത് യൂണിറ്റിലാണ്? RMS യൂണിറ്റിലാണ്. അതുകൊണ്ട് ഈ Vm Im/2 എന്ന് എഴുതിയില്ലേ, ഇതെന്താ? മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ്, മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. അതിനെ നമുക്ക് RMS ടേംസിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? Vm നമുക്ക് √2 ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാം RMS വാല്യൂ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? VRMS എന്താ? പീക്ക് വാല്യൂ അല്ലെ? Vm അല്ലെ Vp ഡിവൈഡഡ് ബൈ √2 ആണ് VRMS എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ മാക്സിമം വാല്യൂ എന്താണോ അതിനെ പിടിച്ച് √2 ആയി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ VRMS കിട്ടും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്?
ഓക്കെ. സോ ഇതിന്റെ കേസിൽ എങ്ങനെ വരും? ഈ 2നെ നമ്മള് 2 എന്ന് പറഞ്ഞാൽ എന്താ, √2 × √2 എന്ന് പറയുന്നത് എന്താ, 2 ആണ് അല്ലെ. √2 × √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നമ്മൾ ഇതിനെ അങ്ങനെ എഴുതുന്നു, 2നെ √2 എന്ന് എഴുതുന്നു, 2 √2 എന്ന് എഴുതുന്നു. അപ്പൊ ഒരു √2 VM ന്റെ അടിയിലേക്ക് കൊണ്ടുപോയി മറ്റേ √2 IM ന്റെ അടിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മാറും. അപ്പൊ ഇതിനെ ഫുള്ള് നമുക്ക് എന്ത് ചെയ്താം, VRMS എഴുതാം. ഇതിനെ ഫുള്ള് എഴുതുന്നത് IRMS എഴുതാം. സോ പവർ ഇൻ പ്യൂർ റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ആ സർക്യൂട്ടിലുള്ള വോൾട്ടേജ് RMS വാല്യൂ ഓഫ് വോൾട്ടേജും RMS വാല്യൂ ഓഫ് കറണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് പവർ ഇൻ പ്യൂർ റെസിസ്റ്റീവ് സർക്യൂട്ട്. ഓക്കെ, പിന്നെ പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു പ്യൂർ ആയിട്ടുള്ള ഇൻഡക്റ്റീവ് സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇൻഡക്ടർ ഉണ്ട്, അതിനെ ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന, അത് കാരണം ഒരു കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്. ഇൻഡക്ടറിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, വോൾട്ടേജ് ലീഡ് ചെയ്യും കറണ്ടിനാണ്. എത്ര വെച്ചിട്ട്, എത്ര ഫേസ് വെച്ചിട്ട്, 90 ഡിഗ്രി. അല്ലെങ്കിൽ അതേ സംഭവത്തെ നമുക്ക് വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ, കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു അല്ലെ, കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു ബൈ 90 ഡിഗ്രി. ഒരാള് മുമ്പിലാണ് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, മറ്റേ ആള് പിന്നിലാണെന്നും പറഞ്ഞിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ വേണേൽ പറയാം, രണ്ടൊന്നും സെയിം ആണ്. അപ്പൊ വോൾട്ടേജ് നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ V = VM sin ωt എന്ന് എഴുതുന്നു. കറണ്ടിനെ റെസിസ്റ്ററിന്റെ പോലെയല്ല നമ്മൾ എഴുതാൻ പോകുന്നത്. പ്യൂർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ എങ്ങനെ I = Im sin ωt എന്ന് എഴുതി. പക്ഷെ ഇവിടെ നമുക്ക് I = Im sin ωt എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്, കാരണം കറണ്ട് ലാഗ് ചെയ്യുകയാണ് ഇവിടെ അല്ലെ. കറണ്ട് വോൾട്ടേജിനെ ലാഗ് ആണ് ചെയ്യുന്നത്, പിന്നിലാണ്. ലാഗ് ചെയ്യുന്നതിനെ കൊണ്ട് മൈനസ് സൈൻ വരും. എത്ര വെച്ചിട്ടാ ലാഗ് ചെയ്യുന്നത്, ഫേസ് എത്രയാ, 90 ഡിഗ്രി വെച്ചിട്ടാ ലാഗ് ചെയ്യുന്നത്. സോ കറണ്ടിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും, വോൾട്ടേജിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും. ഇനി നമുക്കറിയാം, ഒരു ഇൻഡക്ടറിന്റെ ഒരു പ്രധാന പ്രോപ്പർട്ടി എന്താന്ന് പറഞ്ഞാൽ, അത് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. ഇൻഡക്ടർ ഓൾവേസ് ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് di/dt അത് എപ്പോഴും ഒപ്പോസ് ചെയ്യും, ചേഞ്ച് ഓഫ് കറണ്ടിനെ എപ്പോഴും ഒപ്പോസ് ചെയ്യും. ഈ ചേഞ്ച് ഓഫ് കറണ്ട് ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിനെ പറയുന്ന പേര് സെൽഫ് ഇൻഡക്ടൻസ്. ഓക്കെ, അത് കാരണത്താൽ ഒരു EMF അതിൽ തന്നെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാണ് നമ്മൾ ബാക്ക് EMF എന്ന് പറയുന്നത് ഇവിടെ. സോ ഒരു ഇൻഡക്ടറിനെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ഇൻഡക്ടൻസ് പ്രോപ്പർട്ടി ഉള്ളതിനെ കൊണ്ട്, അതായത് സ്വയം കറണ്ട് ചേഞ്ച് ഓഫ് കറണ്ട് ഒപ്പോസ് ചെയ്യുന്നത് കാരണത്താൽ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു, which is given by VL = LdI/dt. ബാക്ക് EMF ഇക്വേഷൻ VL = L × di/dt, ചേഞ്ച് ഓഫ് കറണ്ട് di/dt. സോ നമുക്കറിയാം V = VM sin ωt ആണ് അല്ലെ. സോ ഈ VL എന്ന് പറയുന്ന ആരായി മാറും, VM sin ωt ആണ്. സോ ഈ VL ന്റെ പകരം നമ്മൾ VM sin ωt എഴുതും. സോ VM sin ωt = LdI/dt എഴുതും. സോ അതിൽ നിന്ന് നമുക്ക് എഴുതാം, എല്ലിനെ ഇതിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ di/dt = VM sin ωt/L എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഒരു ഇൻഡക്ടറിന്റെ കേസിൽ I എന്ന് പറയുന്നത് VM/L അല്ലെ. മീൻസ് നമുക്ക് ഇതിങ്ങനെ കിട്ടിയല്ലോ, ഇതിന്റെ അകത്ത് di/dt അല്ലേ കിട്ടിയിരിക്കുന്നത്. നമുക്ക് കറണ്ടിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. എന്തിനാ കറണ്ടിന്റെ ഇക്വേഷൻ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, പവറാ. പവർ എന്ന് പറഞ്ഞാൽ എന്താ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് അല്ലെ. അപ്പൊ കറണ്ട് നമുക്ക് കിട്ടണം, വോൾട്ടേജ് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. കറണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് മാറ്റി, കറണ്ട് ലാഗ് ചെയ്യുന്ന കാലത്തല്ല, അതിനെ മാറ്റി ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം, എന്നിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമ്മളെടുത്ത് ഇപ്പൊ എന്താ ഉള്ളത്, di/dt അല്ലെ. ഇതിന്റെ അതിന് കറണ്ട് കിട്ടണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക, രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുക, dt ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ dt ഇവിടെ വന്നു, ഈ ഭാഗത്ത് di നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, I എന്ന് കിട്ടും അല്ലെ. ഇപ്പുറത്ത് ഇന്റഗ്രൽ വരുമ്പോ VM/L, VM ഇവിടെ ഉണ്ട്, ബൈ L നെ പുറത്തേക്ക് കിട്ടും, VM/L ഇന്റഗ്രൽ ഇതിനാ sin ωt dt. അപ്പൊ സൈൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് ωt കിട്ടുക, പിന്നെ ഒരു ഒമേഗ താഴെ വരികയും ചെയ്യും. ഓക്കെ, സൈൻ തീറ്റന്റെ ഇന്റഗ്രൽ എന്താ, മൈനസ് കോസ് തീറ്റ. പക്ഷെ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എന്താണ് ഇന്റഗ്രേറ്റ്, നമ്മൾ dt വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒമേഗ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, അതുകൊണ്ട് ഒമേഗ അടിയിൽ വരും. അതാണ് VM/ωL എന്ന് വരാൻ കാരണം. ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഇത് കൂടുതൽ ഒമേഗ താഴെ ഡിനോമിനേറ്ററിൽ എത്തിയ ഒമേഗ. ഓക്കെ, സൈൻ്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ωt ആയി. ഇതെന്തിനാ എങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ,
ഈ ഒമേഗ എൽ എന്ന് പറയുന്ന സാധനം എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒമേഗ എൽ എന്താ സംഭവം? നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് എൽ ഈക്വൽ ടു 2πfl. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 2πfl എന്ന് എഴുതിയ ഈ 2πf എന്ന് പറഞ്ഞാൽ ആരാ? ഒമേഗയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് എൽ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എൽ എന്ന് എഴുതാം അല്ലെ? സോ ഇവിടെ അതെന്തായി മാറും? ഒമേഗ എൽ എന്തായി മാറും? എക്സ് എൽ ആയി മാറും. സോ വി എം ബൈ എക്സ് എൽ ഇൻറ്റു ഇനി മൈനസ് കോസ് ഒമേഗ ടി അല്ലെ? മൈനസ് കോസ് ഒമേഗ ടീനെ എന്തായിട്ട് എഴുതാം നമുക്ക്? സൈൻ ഓഫ് തീറ്റ മൈനസ് പൈ ബൈ 2. ഓക്കെ, നമുക്ക് കോസ് തീറ്റനെ സൈൻ തീറ്റയുടെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റൂലേ? സാധാരണ നമ്മൾ ഇങ്ങനെ 90 വെച്ചിട്ടല്ലേ കൺവേർട്ട് ചെയ്യുക. സാധാരണ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ഓഫ് 90 മൈനസ് തീറ്റയാണ് കോസ് തീറ്റ. ഇവിടെ ഒരു മൈനസ് ചിഹ്നം എക്സ്ട്രാ ഉണ്ട് അല്ലെ പുറത്ത്. അതുകൊണ്ട് 90 മൈനസ് തീറ്റ എന്ന് എഴുതുന്നതിന് പകരം തീറ്റ മൈനസ് 90 എഴുതുന്നു ഇവിടെ. അതാണ് ഇവിടെ തീറ്റ മൈനസ് പൈ ബൈ 2 എന്ന് എഴുതി. അല്ലെങ്കിൽ ഇവിടെ സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ സൈൻ ഉണ്ട്, മൈനസ് ചിഹ്നം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തിനാ ഇതിനെ കോസിനെ വീണ്ടും സൈനിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവസാനം പവറിന്റെ നമ്മൾ ചെയ്യുമ്പോൾ ഈ സംഭവം സോൾവ് ചെയ്യുമ്പോൾ പവറിന്റെ ഇതിൽ സോൾവ് ചെയ്യുമ്പോൾ സൈനിന്റെ ടേംസിലാണ് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാണ്. അതുകൊണ്ട് സൈനിന്റെ ടേംസിലേക്ക് വീണ്ടും ഈ കോസിന് കിട്ടിയ സാധനത്തിനെ വീണ്ടും സൈനിന്റെ ടേംസിലേക്ക് എഴുതുന്നുണ്ട്. അല്ലെങ്കിൽ നേരിട്ട് കോസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും മതിയാണ്. ഓക്കെ, ഇത് കുറച്ചും കൂടി എളുപ്പമാണ് പവറിന്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ. അതുകൊണ്ട് വീണ്ടും കോസിനെ സൈനിലേക്ക് മാറ്റി ചെയ്തു. സോ നമുക്ക് എന്തായി? വോൾട്ടേജ് ബൈ റെസിസ്റ്റർ. കറണ്ട് എന്താ? ഐ ഈസ് ഇക്വൽ ടു വി ബൈ ആർ അല്ലേ? അല്ലെങ്കിൽ വി ബൈ സെഡ് അല്ലേ? അല്ലെ വി ബൈ എക്സ് എൽ ആണ് അല്ലെ വി ബൈ എക്സ് സി ആണ്. ഇവിടെ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലെ? അതിനെ നമ്മൾ ഐ എം എന്ന് വിളിച്ചു. സൈൻ ഇതിനെ നമ്മൾ എന്താക്കി? ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ നമുക്ക് കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നമുക്ക് എന്താ വേണ്ടത്? പവറാണ് വേണ്ടത്. സോ പവർ എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. വോൾട്ടേജ് ആരാ? ഓൾറെഡി നമുക്കറിയാം വി എം സൈൻ ഒമേഗ ടി വോൾട്ടേജ്. അതുകൊണ്ട് അതേപടി എഴുതി. കറണ്ട് എന്ന് പറയുന്ന ആരാ? ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. സോ സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി അല്ലെ പൈ ബൈ 2. ഇത് എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇക്വേഷൻ എഴുതിയത്? ഈ ഇന്റഗ്രേറ്റ് ഇതൊക്കെ ചെയ്തിട്ട് കോസ് ആക്കി മാറ്റി ഇതൊക്കെ ചെയ്ത് എന്തിനാന്ന് പറഞ്ഞാൽ ഈ ഫൈനൽ ഇക്വേഷൻ, അതായത് ഈ കറണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ നമ്മുടെ വോൾട്ടേജ് ഇതേപടി അങ്ങ് എഴുതി, ഒരു മാറ്റവും ഇല്ലാതെ. പക്ഷെ നമുക്കറിയാം കറണ്ട് വോൾട്ടേജിനെ ലാഗാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നേരിട്ട് നേരിട്ട് അങ്ങ് എഴുതി ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണെന്ന്. അത് പക്ഷെ നമുക്ക് എങ്ങനെ കിട്ടി? എങ്ങനെയാ നമുക്ക് മനസ്സിലായത് അത് മൈനസ് പൈ ബൈ 2 ആണെന്ന്? മൈനസ് പൈ ബൈ 4 ആയിക്കൂടെയോ അല്ലെ? പൈ ബൈ 4 ആയിക്കൂടെ? അല്ലെ പൈ ബൈ 8 ആയിക്കൂടെ? അല്ലെ പൈ ബൈ 6 ആയിക്കൂടെ? അത് എങ്ങനെയാണ് അത് കിട്ടിയത്? അതാണ് നമ്മൾ ഇത് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവസാനം നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 സ്റ്റെപ്പുകൾ ഇത് മുഴുവൻ ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചത്. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഞാൻ ഇവിടെ തുടക്കത്തിൽ നേരിട്ട് ഇങ്ങനെ ഇക്വേഷൻ എഴുതിക്കാം. പക്ഷെ ഇക്വേഷൻ എന്തുകൊണ്ട് ഇങ്ങനെയായി അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ സോൾവ് ചെയ്ത് അവസാനം ഇവിടെ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പവർ എന്താ? ചുമ്മാ ഇത് രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ സാധനം കൂടി എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ വി എമ്മും ഐ എമ്മും ഒരുമിച്ച് എഴുതി. സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി എഴുതി. ഇനി ഇതിനെ വീണ്ടും നമുക്ക് പഴയ കോസിന്റെ ടേംസ് തന്നെ എഴുതിയാൽ മൈനസ് കോസ് ഒമേഗ ടി എന്ന് തന്നെ എഴുതാം. അപ്പോൾ മൈനസ് ഓർമ്മയെടുത്ത് കോസ് ഒമേഗ ടി ഇവിടെ എഴുതി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റാനുള്ള കാരണം മനസ്സിലായല്ലോ? പൈ ബൈ 2 ആണ് ഫേസ് ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോസിനെ മാറ്റിയിട്ട് സൈനിന്റെ ടേംസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അല്ലെ അത് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ചിട്ട് അങ്ങ് നിർത്തിയാൽ മതി. പക്ഷെ ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി അല്ലെ പൈ ബൈ 2 ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി. സോ അതുകൊണ്ട് നമ്മളിവിടെ നേരിട്ട് കോസിന്റെ ടേംസിലേക്ക് വീണ്ടും പഴയതുപോലെ തന്നെ കൺവേർട്ട് ചെയ്തു. വി എം സോ മൈനസ് വി എം ഐ എം സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. സോ സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ് അല്ലെ? ഇവിടെ നമുക്ക് എന്തുണ്ട്? സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഉണ്ട്. ഒരു 2 കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം? സൈൻ 2 തീറ്റ എന്ന് എഴുതാം. തൽക്കാലം 2 ഇല്ലാത്തതിനും കൂടി ഇവിടെ 2 എഴുതുന്നു, താഴെ ഒരു 2 എഴുതുന്നു, ഡിവൈഡ് ചെയ്യുന്നു. സോ ഇതെന്തായി മാറും? മൈനസ് വി എം ഐ എം ബൈ 2 ഇൻറ്റു സൈൻ 2 ഒമേഗ ടി. കാരണം എന്താ? സൈൻ 2 ഒമേഗ ടി ആവാനുള്ള കാരണം എന്താ? സൈൻ 2 ഒമേഗ ടി ആവാനുള്ള കാരണം എന്താ? സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. ഓക്കെ, ഇത് ഇക്വേഷൻസ് എല്ലാം കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ.
ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇതൊന്ന് എഴുതി നോക്കുക. ഓക്കെ, ഒന്ന് എഴുതി നോക്കുക. ഈ ഇക്വേഷൻ ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം സൈഡിൽ നോട്ട് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, മാത്സിന്റെ ചെറിയൊരു ബേസ് വേണം. ഓക്കെ, മറ്റേ നമ്മൾ സാധാരണ തിയറി പറയുന്ന പോലെയല്ല, ഈ കുറച്ചൊരു ഇന്റഗ്രേഷൻ ഡിഫറൻഷിയേഷനും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് വ്യക്തമാവത്തുള്ളൂ. അത് ഒഴിവാക്കാൻ പറ്റാത്തതുമാണ്, അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കാത്തത്. ഓക്കെ, സോ ഈ കാര്യം വേണം. ഇനി നമുക്ക് എന്താ പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫുൾ സൈക്കിളിലെ പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കംപ്ലീറ്റ് സൈക്കിളിലല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്ന പവർ, അല്ലെ? ആവറേജ് പവർ. സോ ഇവിടെ നമുക്ക് എന്ത് ടേം ആണുള്ളത്? സൈൻ ടേം ആണുള്ളത്. ഇത് മുഴുവൻ ആംപ്ലിറ്റ്യൂഡ്, അത് നോക്കേണ്ടത് കോൺസ്റ്റന്റ്. ഐ എം ഒരു കോൺസ്റ്റന്റ്, വി എം ഒരു കോൺസ്റ്റന്റ്. സോ ഇത് മുഴുവൻ ഒരു കോൺസ്റ്റന്റ്. ഇവിടെ ഒരു സൈൻ ടേം ആണുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, ആവറേജ് വാല്യൂ ഓഫ് എ സിനുസോയിഡൽ സിഗ്നൽ. നമ്മൾ പറഞ്ഞ എങ്ങനെയാ? ആവറേജ് വാല്യൂ ഓഫ് സിനുസോയിഡൽ സിഗ്നൽ എന്താണ്? 0 ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, എ സി സിഗ്നൽ ആവറേജ് വാല്യൂ ഈക്വൽ ടു 0 ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ, അല്ലെ? സോ ഈ ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ കേസിൽ എങ്ങനെയാ? ഇതൊരു എ സി സിഗ്നൽ ആണ്. അപ്പൊ അതിന്റെ ആവറേജ് വാല്യൂ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. സോ പവർ ഇൻ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, ഇത് ഐഡിയൽ കൺസെപ്റ്റാ പറയുന്നത്. ഈ പവർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? പവർ കൺസ്യൂംഡ് ആണ്, പവർ ജനറേറ്റഡ് ആണ്. എന്താണ് പവർ കൺസ്യൂംഡ്? ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? പക്ഷെ റെസിസ്റ്ററിന്റെ കേസിൽ പവർ 0 അല്ലാണ്ട് VRMS ഇൻറ്റു IRMS. സോ റെസിസ്റ്റർ കൺസ്യൂം ചെയ്യുന്ന ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ എന്താ? RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ഇൻറ്റു RMS വാല്യൂ ഓഫ് കറന്റ്. ഇൻഡക്റ്റീവ് സർക്യൂട്ട്, പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, അതായത് വീണ്ടും ആ ടേം ശ്രദ്ധിക്കുന്ന, പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, അതായത് സ്വന്തമായിട്ട് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ കേസിൽ പവർ അത് ഒരു പവർ കൺസ്യൂം ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഇൻഡക്ടർ എനർജി സ്റ്റോർ മാത്രമേ ചെയ്യുന്നു, എനർജി ഡെസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഐഡിയലി ഇത് ഐഡിയൽ കൺസെപ്റ്റ് ആണ്. പ്രാക്ടിക്കലി ഒരു പ്യൂർ ഇൻഡക്ടർ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് എന്തായാലും റെസിസ്റ്റൻസ് കയറി വരും, അതുകൊണ്ട് ചെറിയ പവർ ഒക്കെ ഡെസിപ്പേറ്റ് ചെയ്യും. ഇത് ഐഡിയലി അല്ല, തിയോറിറ്റിക്കലി നമ്മൾ പറയാണ്, ഓവർ ദ ഹോൾ സൈക്കിൾ, ഓവർ എ കംപ്ലീറ്റ് cycle, power dissipated or consumed by inductor will be 0.